ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മളൊരു ലാബിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാർട്ടീഷനും അതിനകത്ത് വരുന്നൊരു കൗണ്ടറുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വുഡൻ ഫിനിഷിങ്ങിൽ നമ്മൾ പ്ലൈവുഡിൽ സൺമൈക്ക് ഒട്ടിച്ചിട്ട് ചെയ്യുന്ന അതേ രീതിയിൽ ഈ വർക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതൊരു വെറൈറ്റി ആയിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഒരു ഡെമോ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 72 ഇഞ്ചിലാണ്. വീതി ഒരു സൈഡ് 30ഉം നമ്മുടെ എൽ ടൈപ്പായിട്ട് വരുന്ന ഭാഗത്ത് 8.4 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഭിത്തിയുടെ ഒരു കോർണറിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് ഒരു ചെറിയൊരു എൽ ഷേപ്പായിട്ട് ഈ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1.4 ലിപ്പ് സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് താഴ്ഭാഗത്തെ നമ്മൾ ആ 30 ഇഞ്ച് 8.4 വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ലിപ്പ് സ്ക്വയർ നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എൽ ടൈപ്പ് വരുന്ന കോർണറിൽ നമ്മൾ ലിപ്പില്ലാത്ത 1.4 സ്ക്വയറാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കോർണർ വരുന്ന ഭാഗത്ത് ഷീറ്റ് റൂട്ടർ അടിച്ചിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ മോഡലിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഒരു ഡെമോണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ബാക്കി നമ്മൾ സൈറ്റിൽ നേരെ ഫിറ്റ് ചെയ്യണത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ കളറ് വാൽനറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ്. അപ്പോൾ ഈ ഫ്രെയിം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 1.4 സ്ക്വയർ, 1.4 ലിപ്പ് സ്ക്വയർ, 4 സെക്ഷൻ. ഈ 3 സെക്ഷൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ACP ഷീറ്റിൻ്റെ കാറ്റലോഗാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ വുഡൻ കളറിൽ ഇത്രയും ഷീറ്റ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഷീറ്റിലേക്ക് മാച്ച് ആയിട്ടുള്ള കളറ് നമ്മൾ ഫ്രെയിമിൽ സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തൊരു കളറാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 479 എന്ന് പറയുന്ന ഈ ഷീറ്റാണ് നമ്മൾ ഈ ഫ്രെയിമിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന കോർണറിലാണ് നമ്മൾ ഈ ഫ്രെയിമിനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റിൽ നമ്മളിവിടെ ഒരു തട്ട് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ മെയിൻ കൗണ്ടറായിട്ട്. അപ്പോൾ അതിലാണ് ഈ ലാബിൻ്റെ മിഷനറി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 36 ഇഞ്ച് നീളവും ഒരു 18 ഇഞ്ച് വീതിയിൽ നമ്മൾ 1.4 ലിപ്പ് സ്ക്വയറിൽ തന്നെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 3 ക്ലാമ്പ് അടിയിൽ കൊടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ഇതിനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ശേഷമാണ് നമ്മൾ ഈ ഫ്രെയിം ഇതിലേക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു തട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.4 ലിപ്പ് സ്ക്വയറിൽ തന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല ബലത്തിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രെയിമിനെ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മുകളിൽ 2 എൽ ടൈപ്പായിട്ട് 2 തട്ടും കൂടിയും 4 സെക്ഷൻ വെച്ചിട്ട് ചെയ്യാണ്ട്. പിന്നെ അതെങ്ങനെയെന്നും കൂടിയും നമുക്ക് കാണാം. അപ്പോൾ പാർട്ടീഷൻ്റെ വെർട്ടിക്കൽ പീസ് വരുന്ന ഭാഗത്തേക്കാണ് അതേ അളവിലാണ് നമ്മൾ ഈ മെയിൻ കൗണ്ടറിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഫിറ്റ് ചെയ്യണ വർക്ക് ഇപ്പോൾ കഴിഞ്ഞ് ഇനി നമ്മളതിൻ്റെ നേരെ ടോപ്പിൽ നിന്ന് ഒരു 8 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മളൊരു തട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഒരു 12 ഇഞ്ച് വെച്ചിട്ട് വേറൊരു തട്ടും കൂടി 4 സെക്ഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ തട്ട് നമ്മൾ 8 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ 2 സെക്ഷൻ വെച്ചിട്ട് 8 ഇഞ്ചാക്കിയിട്ട് ജോയിൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എൽ ടൈപ്പ് ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുമരിൻ്റെ ഭാഗത്ത് വരുമ്പോൾ 3/4 കര ക്ലീറ്റ് ആംഗിൾ വെച്ച് കൊടുക്കുകയാണ്, ചുമരിലാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം വെച്ച 4 ഇഞ്ച് സെക്ഷൻ്റെ എൻഡിൽ തന്നെയാണ് ഇത് എൽ ടൈപ്പ് ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഇപ്പോൾ നമ്മൾ ഓരോ ആംഗിൾ വെച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചുമരിലും കൂടി ഓരോ ആംഗിൾ വെച്ചെടുക്കുകയാണ്. ഇപ്പോൾ 2 സൈഡിലും 4 ഇഞ്ച് വെച്ചിട്ട് ഓരോ എൽ ടൈപ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതേ രീതിയിൽ തന്നെ അതിൻ്റെ തൊട്ടും ഓരോ ആംഗിളും കൂടി വെച്ചിട്ട് ഇത് ഡബിളാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ ഡബിൾ സെക്ഷൻ വെച്ച് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടിയും ഓരോ സെക്ഷനും കൂടിയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിങ് ആവുകയാണ്. രണ്ട് സൈഡും ഒരുമിച്ച് ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സെക്ഷൻ ആംഗിളിനകത്തേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ സെക്ഷൻ കയറ്റി വെച്ചിട്ട് അസംബിൾ ചെയ്യണത്. അപ്പോൾ ACP ഷീറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഇതേ മോഡൽ തട്ടടിച്ചെടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭിത്തിയും ഫ്രെയിമും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സിലിക്കോൺ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിംഗ് ആയി. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.